UPA seconds won't review petition and respect the earlier judgment striking down Nate. Sir, the review petition, your amma, the review petition. കേരളത്തിലെ CPMകാർ ഇപ്പോൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് അവരുടെ രാജ്യസഭാ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി പരാജയപ്പെടുകയും മിക്ക പ്രമുഖ നേതാക്കളും തോറ്റു വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ജോൺ ബ്രിട്ടാസിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. ഒരു MP എന്ന നിലയിൽ, രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ജോൺ ബ്രിട്ടാസ് അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ നിരയുടെ ഭാഗമായി നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിലും പ്രതിഷേധങ്ങളിലുമെല്ലാം ജോൺ ബ്രിട്ടാസ് ഒരു പ്രധാന മുഖവുമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൈരളി TVയുടെ പ്രധാനപ്പെട്ട വാർത്താമുഖമായിരുന്ന ജോൺ ബ്രിട്ടാസ് അത്തരത്തിലുള്ള ബന്ധം ഉപയോഗിച്ച് പിന്നീട് പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറുകയായിരുന്നു. ഈ ഒരു ആനുകൂല്യത്തിൽ തന്നെയാണ് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജോൺ ബ്രിട്ടാസിന് രാജ്യസഭയിലേക്ക് മത്സരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജൻസി പ്രക്ഷോഭത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുവാൻ ജോൺ ബ്രിട്ടാസ് ശ്രമിച്ചതിനെതിരെ ചലച്ചിത്ര നടനായ വിനായകൻ രൂക്ഷമായ ഭാഷയിൽ തൻ്റെ തനതായ ശൈലിയിൽ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ വിനായകനെതിരെ CPM സൈബർ ഹാൻഡിലുകൾ രൂക്ഷമായ സൈബർ അറ്റാക്കും സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിനായകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരു കേവലമായിട്ടുള്ള വിമർശനമായിരുന്നുവെങ്കിൽ അതിനേക്കാളെല്ലാം ഏറെ ദയനീയമായ ഒരു അവഹേളനം ജോൺ ബ്രിട്ടാസിന് രാജ്യസഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ സഭാ സമ്മേളനങ്ങൾ നടന്നപ്പോൾ സംഭവിക്കുകയുണ്ടായി. തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള AIADMK എന്ന തമിഴ്നാട്ടിലെ പ്രാദേശിക പാർട്ടിയുടെ ജയലളിതയുടെ പാർട്ടിയുടെ കക്ഷി നേതാവായിട്ടുള്ള തമ്പിദുരയിൽ നിന്നാണ് ജോൺ ബ്രിട്ടാസ് ഇത്തരത്തിൽ വളരെ രൂക്ഷമായ ഒരു അവഹേളനം, അധിക്ഷേപ പരാമർശം കഴിഞ്ഞ ദിവസം വാങ്ങിച്ചെടുത്തത്. ഒരു പരിധിവരെ ജോൺ ബ്രിട്ടാസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നേരെ ഇത്തരമൊരു അവഹേളനം ഉണ്ടായത് എന്ന് പറയുന്നതിനും തെറ്റില്ല. ഏതൊക്കെയാണെങ്കിലും ഈ ഒരു സംഭവത്തിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ, ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഇതിൻ്റെ പശ്ചാത്തലം പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ വാക്കുകളിൽ ഒന്ന് വിശദീകരിക്കുകയാണ്. അതായത് രാജ്യസഭയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസം നീറ്റ് ക്രമക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ പരീക്ഷാ ക്രമക്കേടുകൾ നടത്തുന്നവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമായിട്ടുള്ള ഒരു നിയമം അവതരിപ്പിക്കുകയുണ്ടായി. ഈ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിൽ രാജ്യസഭയിലെ AIADMKയുടെ, അതായത് ഇപ്പോൾ ഇടപ്പാടി പളനിസ്വാമി നേതൃത്വം നൽകുന്ന വിഭാഗത്തിൻ്റെ കക്ഷി നേതാവായിട്ടുള്ള തമ്പിദുരൈയെ പ്രസംഗിക്കുവാനായി സഭാ അധ്യക്ഷൻ വിളിക്കുന്നു. തമ്പിദുരൈ തൻ്റെ പതിവ് രീതിയിൽ പ്രസംഗം ആരംഭിച്ചു. നമ്മൾ ഓർക്കണം, തമ്പിദുരൈ തമിഴ്നാട്ടിൽ നിന്നുള്ള വെറുമൊരു രാജ്യസഭാ MP മാത്രമല്ല, മുൻപ് അദ്ദേഹം സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ഇപ്പോൾ കക്ഷി നേതാവും കൂടിയായിട്ടുള്ള ഒരു നേതാവാണ്. അതായത് രാജ്യസഭയിലെ ഒരു സീനിയർ അംഗമാണ്. തമിഴ്നാട്ടിൽ ജയലളിതയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അവരെ എപ്പോഴും അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അവരുടെ പാർട്ടിയിലെ നേതാക്കളും എപ്പോഴും അമ്മ എന്ന ഒരു പദപ്രയോഗം കൊണ്ടാണ് ജയലളിതയെ സൂചിപ്പിക്കാറുള്ളത്. ഈ ശൈലിയിൽ തന്നെ തമ്പിദുരൈ തൻ്റെ പ്രസംഗത്തിൽ അമ്മ ജയലളിത എന്ന് ആമുഖത്തിൽ പറയുകയും പിന്നീട് ജയലളിതയെ കോട്ട് ചെയ്തുകൊണ്ട് പലവട്ടം അമ്മ എന്ന പദപ്രയോഗം നടത്തുകയും ചെയ്തു. തമ്പിദുരൈ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റപ്പോൾ തമ്പിദുരൈ തൻ്റെ പ്രസംഗം തുടങ്ങിയ ആദ്യ ഒരു 5 മിനിറ്റോളം നേരം ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിൻ്റെ തൊട്ടുപിറകിലിരുന്ന ജോൺ ബ്രിട്ടാസ് ഈ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നതേയില്ല. പിന്നീട് ബ്രിട്ടാസ് ഈ പ്രസംഗം ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തമ്പിദുരൈ അമ്മ എന്ന പദപ്രയോഗം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർച്ചയായി ഈ പ്രസംഗം ശല്യപ്പെടുത്തുന്ന രീതിയിൽ, തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ജോൺ ബ്രിട്ടാസ് വിച്ചമ്മ എന്ന ചോദ്യം തമ്പിദുരൈയോട് ആവർത്തിക്കുകയും ചെയ്തു. പലവട്ടം ജോൺ ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രവർത്തനം ഉണ്ടായപ്പോൾ പ്രകോപിതനായിക്കൊണ്ട് തമ്പിദുരൈ ജോൺ ബ്രിട്ടാസിന് നേരെ യുവർ അമ്മ എന്ന അധിക്ഷേപ പരാമർശം നടത്തിയതാണ് ഇപ്പോൾ വ്യാപകമായി സൈബർ ഇടങ്ങളിൽ വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്നതും ജോൺ ബ്രിട്ടാസിനും CPMനും വലിയ നാണക്കേടുണ്ടാക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ ബ്രിട്ടാസ് നേരിടേണ്ടി വന്ന സാഹചര്യം അപലപനീയമാണ്. ഇത്തരമൊരു അവഹേളന പരാമർശം അല്ലെങ്കിൽ അധിക്ഷേപ പരാമർശം ഒരു രീതിയിലും അംഗീകരിക്കുവാൻ കഴിയുന്നതുമല്ല. എന്നാൽ ബ്രിട്ടാസിൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ദുരവസ്ഥ ബ്രിട്ടാസിനുണ്ടായത് എന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. തൻ്റെ സഹപ്രവർത്തകനോട് മിനിമം പാർലമെൻ്ററി മര്യാദകൾ പുലർത്താതെ അയാളുടെ പ്രസംഗം ശ്രദ്ധിക്കാതിരിക്കുകയും അതിനുശേഷം
പിന്നീട് അനാവശ്യമായി അതിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരമൊരു സാഹചര്യം ജോൺ ബ്രിട്ടാസിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ജോൺ ബ്രിട്ടാസിനുണ്ടായിട്ടുള്ള ഈ അനുഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കേരളത്തിൽ വ്യാപകമായി ഇതുവരെയും പ്രചരിച്ചിട്ടില്ല. എന്നാൽ ഇന്നോ നാളെയോ ഒക്കെയായി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ CPM-നും ഇത് വലിയ തിരിച്ചടിയാകും. കാരണം അവർ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഫയർ ബ്രാൻഡ് നേതാവെന്ന പരിവേഷം ചാർത്തിക്കൊടുത്തുകൊണ്ട് ചിലപ്പോഴൊക്കെ രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവർ വാഴ്ത്തിപ്പാടുന്ന ജോൺ ബ്രിട്ടാസ് ഒരു സഭാ അംഗത്തിൻ്റെ കയ്യിൽ നിന്ന് തെറിവിളി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വീഡിയോ രൂപത്തിൽ പ്രചരിക്കുമ്പോൾ അത് അവർക്ക് വലിയ അപമാനമുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ തമ്പിദുരൈക്കെതിരെ വലിയ സൈബർ ആക്രമണവും CPM സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യവുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ജോൺ ബ്രിട്ടാസിന് നേരിടേണ്ടി വന്ന അധിക്ഷേപ പരാമർശത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് പൂർണ്ണ രൂപത്തിൽ കണ്ടു നോക്കാം. On behalf of the leader ADMK party Edappadi Palaniswamy to speak on the bill, the Public Examination Amendment Bill 2026. Sir, I want to make it very clear. அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகம் நீட் எதிர்ப்பு கொள்கை உறுதியாக உள்ளது. மத்திய அரசால் 2017 நடைபெற்ற NMC பில் வந்தபோது கடுமையாக எதிர்க்கப்பட்டது, நிலை கொடுக்க அணுக்கப்பட்டது, அழுத்தமான வாதங்களை எடுத்து வைக்கப்பட்டது. ஆகவே எந்த சூழ்நிலையிலும் நாங்கள் நீட் எக்ஸாமை அனைத்தையும் தான் எதிர்க்கிறோம். அதில் எங்களுக்கு சந்தேகம் இல்லை. So I want to also bring to the notice of this house what Siva said. In this there is no difference both the persons against this NEET examination. But I want to bring certain history, political history in this history. Sir, when the National Eligibility Examination test was first notified in 2010, when the Medical Council of India pushed it through 2012 and 13, it was the UPA government, headed by the Congress at the center, of which DMK was then a constant partner, that presided over the introduction of this bill. Please. Records of that period show that that when our leader, former Chief Minister of Tamil Nadu, Prachi Talavi, Dr. Jayalalitha, wrote and the then Prime Minister Dr. Manmohan Singh, as early as July 2013, within the days of Supreme Court first striking down NEET examination, demanding that Tamil Nadu admission policy must be respected. It did not stop there, sir. When the Supreme Court Constitutional Bench later revived NEET, our Honorable former Chief Minister Amma wrote again in June 2014 and October 2015 to the then Prime Minister Modi ji, urging the centre to withdraw the UPA second's own review petition and respect the earlier judgment striking down NEET. Sir, the review petition, your Amma, the review petition that kept this examination alive, the courts was filed under the UPA government, headed by the Congress and part of the DMK government, DMK party at that time.